ഇപ്പം ഞാൻ ഈ ദിവസങ്ങളിലെ ഒരു വലിയ ക്രിസ്ത്യൻ ചാനൽ, ഇംഗ്ലീഷ് ചാനൽ, ക്രിസ്ത്യൻ ചാനലാണ്. അവർക്ക് ഒരു 5 ലക്ഷത്തിലേറെ സബ്സ്ക്രിപ്ഷൻ ഉള്ളതാണ്. ഫിലാഡൽഫിയ ഒക്കെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഇംഗ്ലീഷ് ചാനലാണ്. അപ്പോൾ ഞാനവിടെ സബ്സ്ക്രിപ്ഷനും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായത് ആ ഒരു അക്കൗണ്ടിലേക്ക് ഇംഗ്ലീഷുകാർ അയച്ചിരിക്കുന്ന പ്രെയർ സബ്ജക്റ്റുകളാണ്. അപ്പം ഞാനോർത്തി മലയാളികൾക്കാണ് മുഴുവനും ഈ ജീവിത പ്രശ്നങ്ങളുള്ളതെന്നാണ് ഞാൻ ധരിക്കുന്നത്. നോ, എവിടെയുള്ള മനുഷ്യന് അവൻ എത്ര ഔന്നത്യത്തിലേക്ക് വന്നാലും അവന് സപ്പോർട്ട് വേണം. മാൻ നീഡ്സ് എ സപ്പോർട്ട്. അതുകൊണ്ട് ഈ സപ്പോർട്ട്, മാൻ നീഡ്സ് എ സപ്പോർട്ട്. അത് ജർമ്മനായാലും ഫ്രഞ്ചായാലും ഇംഗ്ലീഷുകാരനായാലും മാൻ നീഡ്സ് എ സപ്പോർട്ട്. മനുഷ്യന് ദൈവത്തിൻ്റെ ഒരു സന്ധിപ്പ് വേണം. ഈ സന്ധിപ്പിന് വേണ്ടിയുള്ള ആന്തരികമായ സങ്കടങ്ങളാണ് പ്രെയറായിട്ട് കൺവേർട്ട് ചെയ്യണത്, പ്രാർത്ഥനയായിട്ട്, പ്രത്യേകിച്ച് യാചന പ്രാർത്ഥനയായിട്ട് കൺവേർട്ട് ചെയ്യണത്. പക്ഷെ ഞാൻ എന്താ ഇപ്പം നിങ്ങളോട് സംസാരിക്കണത്, ഇങ്ങനെ ഒരു യാചനാ പ്രാർത്ഥന നിൻ്റെ മനസ്സിൽ ജീവിത സാഹചര്യത്തിൽ സമ്മർദ്ദം കൊണ്ടുണ്ടായെന്ന് വിചാരിച്ചോ. ഇപ്പം നിൻ്റെ നീറ്റ് പരീക്ഷ, അല്ലെങ്കിൽ നിൻ്റെ ലോൺ അടക്കാൻ പറ്റാത്ത രീതിയിൽ വീട് ജപ്തിയാകാൻ പോകുന്നു, അല്ലെങ്കിൽ നിൻ്റെ രോഗം മാറാതെ നിൽക്കുന്നു. അപ്പോൾ ഉടനെ നീ ഒരു പ്രെയർ സപ്പോർട്ട് ആവശ്യമായ ഒരു സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. പക്ഷേ ഇനിയുള്ള പ്രശ്നം, ഈ പ്രെയർ സപ്പോർട്ട് ചില ആൾക്കാർ ഒക്കട്ടെ, കൊള്ളട്ടെ, കിട്ടിയ ഭാഗ്യം എന്നും പറഞ്ഞാണ് ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ മൈൻഡ് എന്താണ്? അടിച്ച ഭാഗ്യം. ഈ പല അണ്ണന്മാരും പ്രാർത്ഥനയോട് കാണിക്കുന്ന ബേസിക് മെൻറ്റാലിറ്റി അതാണ്, അടിച്ച ഭാഗ്യം. അതാണ് സംഭവം. അടുപ്പിക്കാനുള്ള പരിപാടിയൊന്നും അവർക്കറിയത്തില്ല. അടിച്ച ഭാഗ്യം, ഒത്ത്. പല പ്രാർത്ഥനയും ഒക്കാത്തതിൻ്റെ കാര്യം ഒത്തെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ്. പല പ്രാർത്ഥനയും ഒക്കാത്തതിൻ്റെ കാര്യം എന്താണ്? അത് ഒത്തെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ്. ഇനി ഒപ്പിക്കണമെങ്കിൽ എന്താ മാർഗം? അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഒപ്പിക്കണമെങ്കിൽ എന്താ മാർഗം? അതിൻ്റെ അകത്ത് സുവിശേഷത്തിൻ്റെ റിഡംപ്റ്റീവ് കണ്ടൻറ്റ് ഉണ്ടാകണം. അതായത് ഇനി മലയാളത്തിൽ പറയാം, ഞാൻ പെട്ടെന്ന് ഇംഗ്ലീഷിലൊക്കെ എല്ലാ ടോക്കിൽ പഠിച്ചിരിക്കണ കാരണം അങ്ങനെ വന്നു പോകണം, നിങ്ങൾ ക്ഷമിക്കണം. പക്ഷേ എന്ത് സംഭവിച്ചാൽ യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ കണ്ടൻറ്റ് എത്രത്തോളം നിൻ്റെ പ്രാർത്ഥനയിലുണ്ട്. ഇപ്പോൾ പാലിൽ എന്തുമാത്രം വെള്ളം ഉണ്ടെന്ന് മിൽമക്കാർ പറയും. അവർക്ക് കെമിസ്ട്രി ലാബുണ്ട്. അതിൻ്റെ അകത്ത് അതായത് നമുക്ക് തരുന്ന പാല്, നമ്മളിപ്പോൾ ഗവൺമെൻറ് കാര്യങ്ങളാകുമ്പോൾ നമുക്കതിന് വിലയില്ല. പക്ഷേ അതുങ്ങൾ വളരെ കൃത്യമായിട്ട് സ്ക്രൂട്ടണി ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ എത്തിക്കണത്. കാരണം കേസിന് പോയി കഴിഞ്ഞാൽ പൂട്ടേണ്ടി വരും, ഫാക്ടറി പൂട്ടേണ്ടി വരും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്തുമാത്രം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെന്ന് നോക്കും. പിന്നെ ഇതിനകത്ത് ഒരു പാലിന് ആവശ്യമായ കാൽഷ്യം, പൊട്ടാസ്യം, അതുപോലെ മിനറൽസൊക്കെ ഉണ്ട്. അതെല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇവർ പ്രോസസ്സിങ് തുടങ്ങുന്നത്. ഇതുപോലെ പ്രാർത്ഥനയ്ക്കും കുറേ കണ്ടൻറ്റുകളുണ്ട്. അതിലൊരു കണ്ടൻറ്റ് എന്ന് പറയണത്, എപ്പോഴും എല്ലാ പ്രാർത്ഥനയ്ക്കും ഉണ്ടാകുന്ന ബേസിക് കണ്ടൻറ്റ് എന്ന് പറയണത് വിശ്വാസം, പ്രത്യാശ, സ്നേഹമാണ്. പക്ഷേ അപ്പം നിങ്ങൾ ഓർക്കും എല്ലാവർക്കും വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഇല്ലേ, അക്രൈസ്തവർക്കും ഇല്ലേ എന്ന് ചോദിച്ചാൽ, അക്രൈസ്തവരുടെ പ്രാർത്ഥനയും ക്രിസ്ത്യൻ പ്രെയറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ പ്രെയറിൽ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും കണ്ടൻറ്റുണ്ട്. പക്ഷേ എന്തിനാണ്? ബേസ്ഡ് ഓൺ ദി റിഡംപ്റ്റീവ് വർക്ക്. നമ്മൾ എന്തിലെങ്കിലും അല്ല വിശ്വസിക്കുന്നത്. പ്രാർത്ഥന കേൾക്കാതിരിക്കുമെന്നല്ല വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? വിശ്വസിക്കുന്നത് കർത്താവേ അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസ കണ്ടൻറ്റ്. വിശ്വാസ കണ്ടൻറ്റ് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവ് 10:9, റോമ 10:9, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് അക്ഷരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുന്നു. ഇപ്പം രണ്ട് സംഭവമാണ്. എല്ലാ കുരിശിൻ്റെ ഉള്ളിലും ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. അപ്പോൾ ഒരേ സമയം തന്നെയാണ് ഈ പീഡാനുഭവത്തിൽ തന്നെയാണ് നമ്മൾ സ്നേഹത്തോടെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, സ്നേഹത്തോടെയാണ് പ്രത്യാശിക്കുന്നത്. ഇതുപോലെ തന്നെ യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ പ്രാർത്ഥനയിലുള്ളപ്പോൾ തന്നെ അത് നമ്മളുടെ പീഡാനുഭവം കൊണ്ട് അതിനെ നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. ഇപ്പം നമുക്കിപ്പോൾ കുറച്ച് രോഗവും കാര്യമൊക്കെയാണ്. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇത് ഇപ്പം എനിക്കുണ്ടായിരിക്കുന്ന വേദന, അല്ലെങ്കിൽ എൻ്റെ കൂടെപ്പിറപ്പുകൾക്കുണ്ടായിരുന്ന കുടുംബത്തിലുണ്ടാകുന്ന രോഗം, ഇത് കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗമായി ഞാനതിനെ സമീപിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്.
അതായത് നിനക്ക് സംഭവിച്ചിരിക്കുന്ന ശ്വാസം മുട്ടൽ. ഇപ്പോൾ ഇന്നലെ ഗൂഗിൾ മീറ്റിൽ അവർ ശ്വാസം മുട്ടലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരാധനയ്ക്ക് അച്ഛൻ ആ വ്യക്തി ഉറങ്ങാൻ പറ്റാത്തതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്, ഒത്തിരി കാലങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ ബ്രോങ്കൈറ്റിസ് അപക്ഷം കാരണം ബെറ്റ്നസോൾ എന്നൊക്കെ പറഞ്ഞ് ഗുളിയൊക്കെ കൊട്ടക്കണക്കിന് കഴിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. അന്ന് ഞാൻ ഉറങ്ങാതെ രാത്രിയും പകലും കട്ടിലേ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ ഉടനെ കൈവിരിച്ച് പിടിച്ച് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ താഴെ നിൽക്കിയിരുന്നു. രോഗിനച്ഛൻ ആ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞാൻ മുട്ട നിൽക്കിയിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ കൈവിരിച്ച് പിടിച്ച്. എന്തിനാണെന്നറിയാവോ? കർത്താവ് ആ ഉറങ്ങാത്ത രോഗീനെ ഇപ്പം തുടരണേന്ന്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗം അന്ന് അനുഭവിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്ത് അതുപോലെയാണ് ഓരോ രോഗങ്ങൾ. ഈ രോഗങ്ങൾ ഞാനത് അനുഭവിച്ച കാലത്ത് ഞാനന്ന് ഇന്ന് അത് പറയുമ്പോൾ എനിക്ക് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അഭിമാനമുണ്ട്. കാര്യം ഞാൻ രാത്രി ഉറക്കമില്ലാതെ ഇങ്ങനെ ശ്വാസം വലിച്ച് വിടാനും പറ്റില്ല, എടുക്കാൻ പറ്റാത്ത രീതി മുട്ടി രാത്രി 12 മണി തൊട്ട് 2 മണിയൊക്കെ കട്ടിലെ താഴെ ഇരുന്ന് മുതുക് കട്ടിലെ ചാരണ സമയത്തൊക്കെ ഞാൻ ജോമാല ഇരിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ പറയും, കർത്താവേ നിൻ്റെ പീഡാനുഭവത്തിൻ്റെ കൂടെ ഞാൻ എൻ്റെ ശ്വാസം മുട്ടല്ലേ ഞാൻ സമർപ്പിക്കണം എന്ന് പറയും. അത് 93, 94 ആയിരുന്നു ഈ കലശലായ രോഗം ഉണ്ടായത്. അന്നൊക്കെ എനിക്ക് ഇന്ന് അഭിമാനമുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് ആ രോഗം കുറവാണ്, ഇല്ലെന്നല്ല, ഉണ്ട് ഇപ്പോഴും. പക്ഷെ പണ്ടത്തോളം എന്നെ അത് ബുദ്ധിമുട്ടിക്കണില്ല. കർത്താവ് സഭയോധാരന്മാർ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷേ അന്ന് എനിക്ക് പറ്റത്തേ ഇല്ലായിരുന്നു. കാര്യം വെളുപ്പിന് 4 മണിയാകാൻ പറയാണ്ടിരുന്ന് കട്ടിലേയും ചാരി താഴെ ഇരുന്ന് കട്ടിലെ മുതുക് ചാരി അങ്ങനെ ഇത് ഉറങ്ങിപ്പോകും. അപ്പോൾ എന്താ സംഭവിച്ചാൽ അന്ന് ഞാനൊരു കാര്യം ഈശോയോട് പറഞ്ഞായിരുന്നു. അതായത് കർത്താവേ, കുരിശിൽ നീ അനുഭവിച്ച ശ്വാസം മുട്ടലേ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ശ്വാസം മുട്ടലിനെ കൂട്ടി വെക്കണം. വെദർ യു ഹീൽ ഓർ നോട്ട് അത് നിൻ്റെ കാര്യമാണ്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാവുന്നത് എനിക്കെന്താണ്? നിൻ്റെ പീഡാനുഭവത്തെ ഞാൻ ഏറ്റു പറയുന്നു. അത് അന്ന് ഏറ്റു പറഞ്ഞത് കാരണം എനിക്കിന്ന് കർത്താവിൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ധൈര്യത്തോടെ പ്രസംഗിക്കാൻ പറ്റി. ഇതാണ് പാഷൻ കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയിലെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച പീഡാനുഭവങ്ങളുടെ കണ്ടന്റ് ഉണ്ടാകണം. കാര്യം കർത്താവ് നോക്കണമെന്ന് വെച്ചാൽ കർത്താവിനൊക്കെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ, ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചോദിക്കണം, ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മീ. അതാണ് പ്രശ്നം. നമ്മളൊരു പ്രാർത്ഥന കർത്താവിനടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചോദിക്കും, ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മീ. ഇത് എങ്ങനെയാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത് എന്ന് കർത്താവ് മുഖത്ത് നോക്കി ചോദിക്കും നമ്മളോട്. ഇതെങ്ങനെയാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത്? ഇപ്പം നമ്മൾ എന്ത് ചോദിച്ചാലും കർത്താവ് ചോദിക്കും, ഇതെങ്ങനെയാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത്? അപ്പം നമ്മൾ ബന്ധപ്പെടുത്തി കൊടുക്കണം. കർത്താവ് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഇപ്പം ഉദാഹരണത്തിന് ഒന്ന് ശ്രദ്ധിച്ച മക്കളെ, യേശുവേ സ്വസ്ഥം, ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവാണെന്ന് യേശുദേവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന് യേശുദേവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ നാഥനേ, യേശുവേ രക്ഷക കർത്താവേ നാഥനേ. യേശു കർത്താവാണെന്നും യേശുദേവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.